ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ കോച്ചിങ് കൺസൾട്ടിങ് ഇതൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മൾ വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ സൂമിൽ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൊക്കെയാണ് ഈ ഒരു വെബിനാർസ് കണ്ടക്ട് ചെയ്യാറ്. എന്നാൽ നമുക്ക് എല്ലാ ദിവസവും ഇപ്പോൾ വെബിനാർസ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആ ഒരു ടൈമിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതും റിപ്പീറ്റഡ് കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വെബിനാർസിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വൺസ് നമ്മൾ എടുത്ത ഒരു ലൈവ് വെബിനാറിനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ എല്ലാ ദിവസവും എന്ത് ചെയ്യും, ഈ ഓട്ടോമാറ്റിക് വെബിനാറിലേക്കായിരിക്കും ആളുകൾ എത്തുന്നത്. കാണുന്ന ഒരാൾക്ക് അതൊരു ഓട്ടോമാറ്റിക് വെബിനാർ ആണെന്നുള്ള ഫീൽ ഉണ്ടാവുകയുമില്ല. അപ്പൊ ആ രീതിയിൽ നമുക്ക് വെബിനാർസിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെബിനാർ ജാം എന്ന് പറയുന്ന ടൂളാണ്. ഓക്കെ, വെബിനാർ ജാം എടുക്കാൻ വേണ്ടിയിട്ട് വെബിനാർ ജാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് ആയിരിക്കും വരിക. ജസ്റ്റ് അതിൽ വെബിനാർ ജാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. വെബിനാർ ജാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് അവിടെ എൻ്റർ ആവും. വെബിനാർ ജാം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഇതൊരു രണ്ട് പ്ലാറ്റ്ഫോംസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. വെബിനാർ ജാമും എവർ വെബിനാർ ജാം എന്ന് പറയുന്നത് നമ്മൾ സൂമൊക്കെ പോലെ തന്നെ നമുക്ക് ലൈവ് വെബിനാർസ് എടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വെബിനാർ ജാം എന്ന് പറയുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് എവർ വെബിനാർ എന്ന് പറയുന്ന സമയത്ത് അത് നമുക്ക് ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ ലൈവായിട്ട് എടുത്ത വെബിനാർസിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് ഈ ഓട്ടോമേറ്റ് ചെയ്ത വെബിനാർ എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ പുതിയ വരുന്ന എൻക്വയറീസിന് കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്ക് അതിൽ കൊടുക്കുന്ന ഒരു ടൈം ഡേറ്റിൽ അവർക്ക് ആ ഒരു ഓട്ടോമേറ്റ് വെബിനാർ ആയിരിക്കും അവർ കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നമ്മൾ ടൈം സേവ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും നമ്മൾ ഈ വെബിനാർ എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. പക്ഷെ വെബിനാർ ജാം എടുക്കുന്നതിന് മുന്നേ എപ്പോഴും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് പറയുന്ന ഒരു കാര്യം, ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം നിങ്ങൾ സൂമിൽ വെബിനാർസ് എടുത്തിട്ട് നിങ്ങളൊന്ന് സെൽഫ് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം വെബിനാർ ജാമിലേക്ക് പോകുക. കാരണം വെബിനാർ ജാം എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പൊ ആദ്യം തന്നെ വെബിനാർ ജാം എടുക്കാതെ ജസ്റ്റ് ഒരു സൂമിലോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലോ കുറച്ച് വെബിനാർസ് കണ്ടക്ട് ചെയ്ത് ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വെബിനാർ ജാം എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വെബിനാർ ജാമിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ലൈവ് ചാറ്റ്, ഒരു ഓട്ടോമാറ്റിക് റെക്കോർഡിങ്സ്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ശരിക്കും ഏറ്റവും സ്ഥിരമായിട്ട് വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിന് ഏറ്റവും അല്ലെങ്കിൽ കോച്ചസ് കൺസൾട്ടിങ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ടൂളായിട്ട് തന്നെയാണ് വെബിനാർ ജാം എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് ലാൻഡിംഗ് പേജ് ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ ഒരു പ്രൈസിങ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രൈസിങ് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഏതൊരു ടൂളിനെ കുറിച്ച് പറയുന്ന സമയത്തും ആദ്യം ചോദിക്കുന്നത് ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാണ്, സബ്സ്ക്രിപ്ഷൻ ചാർജ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ വരുന്നത് ചാർജ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടർ പ്ലാനിന് വരുന്നത് $39 മന്ത്ലി വരുന്നത്. ബേസിക് പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് $79 വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഇത് ആനുവൽ പ്ലാനിൽ എടുക്കുമ്പോഴാണ് ഇത് വരുന്നത്. ആനുവൽ പ്ലാനിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു 24% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പക്ഷെ മന്ത്ലി പ്ലാനിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം $99 വരുന്നത്. $99 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കാം. $99 ഇൻ റുപ്പി എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് ഏകദേശം 8396 രൂപ നമുക്ക് 1 മന്ത് വരും. ഓക്കെ, അതേ സ്ഥാനത്ത് നിങ്ങൾ ഇയർലി പ്ലാൻ എടുക്കുകയാണെങ്കിൽ 79 വരുന്നത് പെർ മന്ത്. ഇപ്പൊ 79 എന്ന് പറയുമ്പോൾ 6699 രൂപ ഒരു മാസം വരും ഇൻറ്റു 11 എന്നുള്ള രീതിയിൽ. അപ്പൊ ആ രീതിയിലാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രൈസിങ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യം തന്നെ ഇതൊരു എടുക്കരുത്. നിങ്ങൾ സൂമിലോ വെബിനാർ ജാമിലോ എടുത്തതിന് ശേഷം അതിൽ പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് വെബിനാർസ് ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വെബിനാർ ജാമിലേക്ക് വരിക എന്നുള്ളത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് വെബിനാർ ജാമിന്റെ ഒരു ഫീച്ചേഴ്സ്, റേറ്റിംഗ് വരുന്നത്, പ്രൈസിങ് വരുന്നത്. ഓക്കെ, ഇതിന്റെ ഓരോരോ പ്രൈസിങ്ങിലും വരുന്ന ഫീച്ചേഴ്സ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വെബിനാർസ് ഓട്ടോമേറ്റും കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് പ്ലാൻ ആയിരിക്കും എപ്പോഴും ബെറ്റർ. ഓക്കെ, 500 അറ്റൻഡീസ് വരെ നിങ്ങൾക്ക് അറ്റ് എ ടൈമിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് വെബിനാർസ്, എത്ര വെബിനാർസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എടുക്കുന്ന വെബിനാർസിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. 2 ഹോസ്റ്റ് വരെയാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുക. 500 അറ്റൻഡീസ് 2 ഹവേഴ്സ് ആണ് മാക്സിമം ഡ്യൂറേഷൻ വരുന്നത്. ഒരു വെബിനാറിന്റെ മാക്സിമം 2 അവർ മാക്സിമം ഡ്യൂറേഷനുള്ള വെബിനാർ നമുക്ക് എടുക്കാൻ പറ്റും. ലൈവ് ചാറ്റ് ഓപ്ഷൻ ഉണ്ട്, പിന്നെ റിപ്ലൈസ്, ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇമെയിൽ SMS സിസ്റ്റം, ഇങ്ങനെയുള്ള
ഒത്തിരി ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓട്ടോമേറ്റും കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് വെബിനാർ ജാമിന്റെ അപ്പുറം എവർ വെബിനാറും കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ ബേസിക് പ്ലാൻ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ ഇതിൽ ഇപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു $79 അല്ലെങ്കിൽ 6000 സംതിങ് രൂപ കൊടുത്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തൊരു ലിങ്ക് ഉണ്ട്. ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് $1, അതായത് വെറും 80 രൂപയ്ക്ക്, വെറും ഇന്ത്യൻ റുപ്പി 80 രൂപയ്ക്ക് നിങ്ങൾക്ക് 1 മന്ത്, അതായത് 30 ഡേയ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ യൂസ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണ്, കംഫർട്ട് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിന്റെ ഒരു മെയിൻ പ്രൈസിങ്ങിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിലേക്ക് പോയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്സ്ക്രിപ്ഷൻ തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു 1 മന്ത് കഴിയുന്നതിന് മുന്നേ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഒരു 1 മന്ത് നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കുക. കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും എന്റെ കസ്റ്റമേഴ്സിനെ പറയുന്ന സമയത്ത്, ഇപ്പൊ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ടൂളിനെ കുറിച്ച് പറയുന്നത് കേട്ടേമ്പാട് ഓടിപ്പോയിട്ട് അത് പർച്ചേസ് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾ അത് ആദ്യം അതിന്റെ ഫ്രീ ട്രയലോ അല്ലെങ്കിൽ ചെറിയ എമൗണ്ടിന് ട്രയൽ ഉണ്ടാവും. ഇപ്പം ഷോപ്പിഫൈ ആണെങ്കിലും വെബിനാർ ജാം ആണെന്നുണ്ടെങ്കിലും വാട്ടി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ടൂൾസിനൊക്കെ ഫ്രീ ട്രയൽസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഫ്രീ ട്രയൽസോ അല്ലെങ്കിൽ ചെറിയ എമൗണ്ടിന്, ഇപ്പൊ ഇവിടെ 80 രൂപയ്ക്ക് ട്രയൽ കിട്ടുന്ന പോലെ, ഇപ്പൊ ഷോപ്പിഫൈ ആണെങ്കിൽ 20 രൂപയ്ക്ക് നമുക്ക് ഒരു മാസം യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ട്രയൽ വേർഷൻ നമ്മൾ യൂസ് ചെയ്ത് നമ്മളെ ബിസിനസ്സിന് ഇത് ഓക്കെയാണ്, നമുക്കിത് കംഫർട്ട് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം അതിന്റെ ഒരു പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് വെബിനാർ ജാമിനെ കുറിച്ച് വരുന്നത്. അപ്പൊ വെബിനാർ ജാമിൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ വെബിനാർ ജാം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും, അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തീർച്ചയായും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്താൽ ഞാൻ തീർച്ചയായും നിങ്ങളെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.